ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അപ്പോൾ നമ്മൾ മുമ്പ് പഠിച്ചത് എന്തായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജ്റ പോവുകയാണ്. ആ പോയ സമയത്ത് വല്ലിപ്പ അസ്മാ റളിയല്ലാഹു അൻഹുവിൻ്റെ വല്ലിപ്പ അവിടുന്ന് വന്നു, അബൂ ഖുഹാഫ. എന്നിട്ട് അവരുണ്ടായ സംഭാഷണം, അസ്മാ റളിയല്ലാഹു അൻഹു വല്ലിപ്പയെ ആശ്വസിപ്പിക്കുന്ന ഒരു സന്ദർഭമാണ് നമ്മൾ കഴിഞ്ഞത്. ഇനി അടുത്തത്, ലബിസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസാഹിബു ഫിൽ ആർ സലാസത അയ്യാം. ലബിസാൻ താമസിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിച്ചു. വസാഹിബു നബിന്റെ കൂട്ടുകാരനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഫിൽ ആർ എന്ന് പറഞ്ഞ ഗുഹ എന്നർത്ഥം, ഗുഹയിൽ താമസിച്ചു. നമ്മളുടെ ആ ബുക്കിന്റെ പിക്ചർ കാണുന്നുണ്ട് അല്ലേ? ജബലു സൗർ, ഹിറാ ഗുഹ എന്നാണ്. നമ്മൾ കണ്ടിരിക്കണമെന്ന് അറിയില്ല. ഇൻഷാ അല്ലാഹ് കണ്ടവരും ഇനിയും കാണാനുള്ളവരും കാണാത്തവരൊക്കെ അല്ലാഹു തആല ഇനിയും ഒരുപാട് കാണാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും താമസിച്ചു ആ ഗുഹയിൽ സലാസത്ത് അയ്യാം, 3 ദിവസം. വഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു, യുത്മഇനു സമാധാനപ്പെടുത്തുമായിരുന്നു, ആശ്വസിപ്പിക്കുമായിരുന്നു സാഹിബ് തന്റെ കൂട്ടുകാരനെ, ഹീന യറാഹു ഖലിഖ, എപ്പോ? ഹീന യറാഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കണ്ടപ്പോൾ, ഖലിഖ ദുഃഖിതനായി കണ്ടപ്പോൾ. അപ്പോൾ ശത്രുക്കള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്വേഷിക്കണം. ആ സമയത്താണ് ഹിറാ ഗുഹയിൽ രണ്ടാളും നിൽക്കുന്നത്. ആ സമയത്ത് അതികൂടി ഇങ്ങനെ പോകുന്നതായിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നുണ്ട്. ആ സന്ദർഭം, പേടിച്ചുന്ന സന്ദർഭം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ആശ്വാസപ്പെടുത്തി. എങ്ങനെ? ലാ തഹ്സൻ, നീ ദുഃഖിക്കരുത്, ഇന്നല്ലാഹ മഅന, തീർച്ചയായും അല്ലാഹു തആല ഞങ്ങളുടെ കൂടെയുണ്ട്. വഹാദിൽ ഫതാത്തു, ആ യുവതി അസ്മാ റളിയല്ലാഹു അൻഹയെ പറ്റി പറയാണ്, നശീതത്തുൻ, ചുണക്കുട്ടി എന്ന് പറയും, അഥവാ ഉന്മേഷമുള്ള ആ യുവതി, ഖാനത്ത്, ആ യുവതിയായിട്ട് എത്തി കൊണ്ടുവരുമായിരുന്നു, ബിത്തആം, ഭക്ഷണം, സലാസ ലയാലി, 3 രാത്രികൾ, ഇലാ ജബൽ സൗർ, ഹിറാ ഗുഹയിലേക്ക്. അപ്പോൾ ഹിറാ ഗുഹയിലേക്ക് 3 രാത്രികൾ, 3 രാത്രി, പകല് പറ്റൂല കാരണം ശത്രുക്കൾ ഉണ്ടാവും അവിടെ. അപ്പൊ രാത്രി, 3 രാത്രിയിൽ ജബൽ സൗർ, ഹിറാ ഗുഹയിലേക്ക് എന്ത് ചെയ്യും? ഭക്ഷണം കൊണ്ടുവരും. വലമ്മ ഉത്തിയഹത്തിൽ ഫുർസത്തു ലിഅസ്മാ റളിയല്ലാഹു അൻഹ, വലമ്മ ഊത്തിയത്തിൽ ഫുർസത്ത്, അങ്ങനെ അവസരം എത്തിയപ്പോൾ, അസ്മാ റളിയല്ലാഹു അൻഹ, അസ്മാ റളിയല്ലാഹു അൻഹയ്ക്ക് ഒരു അവസരം എത്തിയപ്പോൾ. എന്ത് അവസരം? അൻ തുഹാജിൽ മദീന, മദീനയിലേക്ക് ഹിജ്റ പോകാനുള്ള ഒരു അവസരം എത്തിയപ്പോൾ, കാനത്ത്, അസ്മാ റളിയല്ലാഹു അൻഹ ആയിരുന്നു, ഖദ് അതമ്മത് ഹംലഹ, പരിപൂർണ ഗർഭിണിയായിരുന്നു. ബിഇബ്നിഹ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുമ, അബ്ദുല്ലാഹി സുബൈർ എന്ന മകനെ ഗർഭിണിയായിരുന്നു. ആര്? അസ്മാ റളിയല്ലാഹു അൻഹ. പക്ഷേ ഹിജ്റക്ക് പോകുന്ന സമയത്ത് ഗർഭിണിയാണ്. ഫലം യംനഅഹ, അവളെ തടഞ്ഞില്ല. മിൻ മശാക്കി റിഹ്ലത്തി തവീലത്തിൻ ഷൈ, ആ ദീർഘമുള്ള ആ കഠിനമായ യാത്രയിൽ എന്ത് ചെയ്തില്ല? ഒരു വസ്തും തടഞ്ഞില്ല, മുന്നോട്ട് പോയി നടത്തും. ഫമ അൻ ബലഅത്ത് ഖുബ, അങ്ങനെ ഖുബ എന്ന സ്ഥലത്തേക്ക് എത്തിയപ്പോൾ, ഫമ അൻ ബലഅത്തുൽ ഖുബ, മദീനയിലുള്ള സ്ഥലമാണ് ഖുബ എന്നുള്ളത്. ആ ഖുബ എന്ന സ്ഥലത്തെത്തിയപ്പോൾ, ഹത്ത വളഅത്ത് വലീദഹ, അവളുടെ മകനെ, അസ്മാ റളിയല്ലാഹുവിന്റെ മകനെ പ്രസവിക്കുകയാണ്. വളഅത്ത് എന്ന് പറഞ്ഞ പ്രസവിച്ചു, വലീദഹ തന്റെ മകനെ. ഉലിദത് അസ്മാ റളിയല്ലാഹു അൻഹ, അസ്മാ റളിയല്ലാഹു അൻഹ ജനിച്ചു, ഫി മക്ക, മക്കയിലാണ് അസ്മാ റളിയല്ലാഹു അൻഹ ജനിച്ചത്. എന്ന് സനത 27 ഖബ്ല ഹിജ്റ, ഹിജ്റയുടെ മുമ്പ് 21-ാം വർഷത്തിലാണ് ആര് ജനിച്ചത്? അസ്മാ റളിയല്ലാഹു അൻഹ ജനിച്ചത്. വതൂഫിയത്, മരിച്ചത് ഫിൽ മദീന, മദീനയിലാണ്. അപ്പോൾ ജനിച്ചത് മക്കത്തും മരിച്ചത് മദീനയിലുമാണ്. ആം എന്നാണ്? 73 മിൻ ഹിജ്റ, ഹിജ്റ 73-ലാണ്. അപ്പോൾ 73-ലാണ് ആര് മരിച്ചത്? അസ്മാ ബിൻത് റളിയല്ലാഹു, അസ്മാ റളിയല്ലാഹു അൻഹ മരിച്ചത്. നുറാജിഉ അന്നസു വനുഅബ്ബിഉൽ ഇസ്തിമാറാത്തു ലിഅസ്മാ റളിയല്ലാഹു അൻഹ, താഴെ കൊടുത്തിരിക്കുന്ന ഒരു ഫോം ഉണ്ട്, അസ്മാ റളിയല്ലാഹുവിനെ കുറിച്ചുള്ള ഒരു ഫോമാണ്. ആ ഫോം പൂരിപ്പിക്കാൻ ഒരു ബയോഡാറ്റയാണ്. ഇസ്മുൽ കാമിൽ, പരിപൂർണ്ണ നെയിം എന്താണ്? മക്കാനുൽ മീലാദ്, ജനിച്ച സ്ഥലം. ആമുൽ മീലാദ്, ജനിച്ച വർഷം. ഇസ്മുൽ വാലിദ്, വാപ്പാന്റെ പേര്. ഇസ്മുൽ ജദ്, വല്ലിപ്പാന്റെ പേര്. അലഖബ്, ഓമന പേര്. ഇസ്മുൽ സൗജ്, ഭർത്താവിന്റെ പേര്. ഇസ്മുൽ ലിബിൻ, മകന്റെ പേര്. ആമുൽ വഫാത്ത്, മരിച്ച വർഷം. മക്കാനുൽ വഫാത്ത്, മരിച്ച സ്ഥലം. ഈ ഫോം നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ പൂരിപ്പിച്ച് നിങ്ങൾ എഴുതുക. ഓക്കെ.